എന്താ സതീഷ? ഏയ് വേണ്ട വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ കയറാൻ നിൽക്കണ്ട, ഞാൻ കൂടി വന്നിട്ട് കയറിയാൽ മതി. 2 പ്രാവശ്യമായിട്ട് കയറാനുള്ള സമയമല്ല, തെരഞ്ഞെടുപ്പ് ആയില്ലേ. എടുക്കുന്നില്ല, നമ്മൾ കണ്ടു പറഞ്ഞിട്ടില്ലല്ലോ. ആ ആ ആ ഓ, എന്നാ ശരി ശരി ശരി. ഓ ആയിക്കോട്ടെ. മുസക്കാ, മൂസക്കാ, ആ, ഞാൻ എത്ര ദിവസമായി മൂസക്ക നിങ്ങളെ വിളിക്കുന്നത്? നിങ്ങളെന്താ ഫോൺ എടുത്ത് പത്തയത്തിൽ വെച്ചുക? വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന്. നിങ്ങൾക്ക് എന്താ നമ്മളോടൊരു വെറുപ്പ്? മുമ്പ് നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ആക്റ്റീവായിട്ട് നിന്ന ആളാ നിങ്ങൾ. കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്കും അറിയാലോ, കുറേച്ചൊക്ക എനിക്കറിയുന്നല്ലേ റസാക്കെ. എൻ്റെ മോള് ബാർഡിൽ മത്സരിക്കുന്ന വിവരം അതറിഞ്ഞുകൊണ്ട് തന്നെ ഇനി ഓക്കെതിരായിട്ട് മത്സരിക്കാൻ നിൽക്കരുതായിരുന്നു. കുടുംബത്തിൽ എല്ലാവർക്കും ഇപ്പൊ ഒരു വെറുപ്പായതുകൊണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു പൊല്ലാപ്പാവെന്ന് ഞാൻ വിചാരിച്ചില്ല. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞ് ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു മാത്രം. നിങ്ങളെ മോള് ജയിച്ചാലും എനിപ്പറഞ്ഞ് ഞാൻ തന്നെ ജയിച്ചാലും നമ്മളെ നാട് നന്നാണോന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയും. ഇനി അതിൻ്റെ പേരിൽ വർഷങ്ങളായിട്ടുള്ള നമ്മളൊരു നല്ല കുടുംബ ബന്ധമുണ്ട്, അത് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ആര് ജയിച്ചാൽ നമുക്കെന്താ? നമുക്ക് നാട്ടിൽ വികസനം വേണം. ഞാൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. ഞാൻ ഓരോരുത്തർ പറയുന്നത് കേട്ടുങ്ങാട്ട് വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചു. ഇനി ഞാനൊരു കാര്യം പറഞ്ഞ കേൾക്കണം. ഇനി ഈ മത്സരത്തിൽ നിന്ന് പിന്മാറരുത്. മോളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഓള് ബാപ്പ പറഞ്ഞാൽ അനുസരിക്കും. എന്നെപ്പോലത്തെ മനസ്സിൽ നന്മയും കഴിവുള്ള ആൾക്കാരുമാണ് നമ്മളെ വാർഡിൽ നിന്ന് ജയിച്ചു വരാൻ.